മഹാത്മാഗാന്ധിയുടെ പ്രപൗത്രൻ, ഗ്രേറ്റ് ഗ്രാൻഡ്സണിനെ നമ്മൾ അങ്ങനെയല്ലേ വിളിക്കുക. ഓക്കെ, അങ്ങനെ പ്രപൗത്രനായ ശ്രീമാൻ തുഷാർ ഗാന്ധി ഈയിടെ ശിവഗിരിയിൽ വരികയും അവിടെ വെച്ച് സംഘപരിവാറുകാർ അദ്ദേഹത്തെ RSSനെ കുറിച്ച് തുഷാർ ഗാന്ധി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് വാഹനം തടയുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തു. അന്ന് തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും സംഘപരിവാറുകാർക്കെതിരെ പ്രസ്താവനകൾ ഇറക്കുകയും സംഘപരിവാറിൻ്റെ നടപടിയെ അപലപിക്കുകയും ചെയ്തു. എന്നാൽ വിഷയം അവിടം കൊണ്ടും തീർന്നില്ല. മനോരമയുടെ നിഷ പുരുഷോത്തമൻ അന്ന് തന്നെ വിഷയം മനോരമയുടെ അന്തിച്ചർച്ച കൂടിയാക്കി. തുഷാർ ഗാന്ധിക്കെതിരെ പ്രതിഷേധമുയർത്തിയത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ആയിരുന്നു. യഥാർത്ഥത്തിൽ മനോരമ തുഷാർ ഗാന്ധി എന്ന ഗാന്ധിജിയുടെ ഈ കൊച്ചു മകനെക്കുറിച്ച് കേരളത്തിൽ വന്ന സ്ഥിതിക്ക് ഒരു ചർച്ച സംഘടിപ്പിക്കുകയായിരുന്നില്ലേ ചെയ്യേണ്ടിയിരുന്നത്? ആരാണ് തുഷാർ ഗാന്ധി? എന്താണ് തുഷാർ ഗാന്ധി? നമുക്ക് ഒന്ന് പരിശോധിക്കാം. അജയ്സ് പ്രസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഈ തുഷാർ ഗാന്ധി ശിവഗിരിയിൽ വന്നിട്ട് പറഞ്ഞതെന്താണ്? BJPയെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയും, എന്നാൽ RSS വിഷമാണ്. അവർ ഈ രാജ്യത്തിൻ്റെ ആത്മാവിനെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമുക്ക് ഭയപ്പാടോടുകൂടി മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. കാരണം ആത്മാവ് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു. ഇതായിരുന്നു ഇയാൾ പറഞ്ഞത്. തീർച്ചയായും തുഷാർ ഗാന്ധിക്ക് ഇത് പറയുവാനുള്ള അവകാശമുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ഈ മഹത്തായ രാജ്യം അദ്ദേഹത്തിന് കൊടുക്കുന്നുമുണ്ട്. എന്നാൽ 1993 മുംബൈ ബ്ലാസ്റ്റിൽ ടൈഗർ മേമന് വേണ്ടി ലോജിസ്റ്റിക്സ് അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്ത യാക്കൂബ് മേമൻ്റെ ദയാഹർജി പരിഗണിക്കണം എന്ന് പറഞ്ഞ് രാഷ്ട്രപതിക്ക് കത്തെഴുതിയ ചുരുക്കം ചില മഹാന്മാരിൽ ഒരാളാണ് ഈ തുഷാർ ഗാന്ധി. ഈ തുഷാർ ഗാന്ധിക്ക് അങ്ങനെ ചെയ്യുവാനും അവകാശവും സ്വാതന്ത്ര്യവുമില്ലേ? ഉണ്ടല്ലോ. പക്ഷേ ആർക്ക് വേണ്ടിയാണ് ഇയാൾ ഈ അപേക്ഷ നൽകിയത്? യാക്കൂബ് മേമൻ എന്ന ഭീകരന് വേണ്ടി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഇന്ത്യൻ പ്രസിഡന്റും എല്ലാം ഇയാളുടെ ദയാഹർജി, അതായത് യാക്കൂബ് മേമൻ്റെ ദയാഹർജി തള്ളിക്കളഞ്ഞതാണ്. അയാളെ തൂക്കിലേറ്റിയപ്പോൾ ഇയാൾ ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന മഹാൻ പറഞ്ഞത് എന്താണ് എന്നറിയാമോ? ദിസ് ഈസ് നത്തിങ് ബട്ട് ജുഡീഷ്യറി സാങ്ഷൻഡ് മർഡർ ആൻഡ് ഇറ്റ് മസ്റ്റ് ബി അബോളിഷ്ഡ്. ഇറ്റ് മസ്റ്റ് ബി അബോളിഷ്ഡ് എന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? തൂക്കിക്കൊല അബോളിഷ് ചെയ്യണം എന്ന്. ഇയാൾക്ക് ഈ യാക്കൂബ് മേമനെ തൂക്കിൽ കൊന്നപ്പോൾ മാത്രമാണ് ഈ ഒരു ബോധോദയം ഉണ്ടായത്. ഇയാൾ മാത്രമല്ല, ഇയാളുടെ കൂടെ വേറെ കുറേ മഹാന്മാരും യാക്കൂബ് മേമനെ തൂക്കിക്കൊല്ലരുത് എന്ന് പറഞ്ഞു വന്നിരുന്നു. നമ്മുടെ പരമോന്നത ന്യായപീഠം തീർപ്പാക്കിയ ഒരു കേസിൽ ഇന്ത്യയിലെ ഇടത് ലിബറൽ മീഡിയ വലിയ കരച്ചിലും നിലവിളിയുമായിരുന്നു. അവർക്ക് സപ്പോർട്ടുമായി തുഷാർ ഗാന്ധിയെ പോലെയുള്ള കുറച്ചു പേരും വന്നിരുന്നു. സത്യത്തിൽ ഇയാൾ ആരാണ്? ഇയാൾ ഒരു രാജ്യവിരുദ്ധനല്ലേ? ഒരു ദേശവിരുദ്ധനല്ലേ? ഇയാളുടെ അന്നത്തെ ആ കമൻസ് കണ്ട് ബോളിവുഡിലെ പ്രശസ്ത സംവിധായകൻ രാം ഗോപാൽ വർമ്മയുടെ പ്രതികരണം ഇതായിരുന്നു: മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ അഹിംസാവാദം ഉപേക്ഷിച്ച് ഇതുപോലൊരു ഭീകരവാദിയെ സപ്പോർട്ട് ചെയ്തതിന് ഈ കൊച്ചു മകനെ അപ്പോൾ തന്നെ തൂക്കിക്കൊന്നേനെ എന്നായിരുന്നു. 257 നിരപരാധികളുടെ മരണത്തിനും 1400ഓളം പേർക്ക് പരിക്കു പറ്റുവാനുമിടയായ ഒരു ഭീകരാക്രമണം, അത് പ്ലാൻ ചെയ്ത ഒരു ഭീകരവാദിയോടുള്ള തുഷാർ ഗാന്ധിയെ പോലെയുള്ളവരുടെ സമീപനം ഇതായിരുന്നു. ഇയാളെയാണ് വെള്ളപൂശുവാൻ ഈ കേരളത്തിലേക്ക് എഴുന്നള്ളിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും കേരളത്തിലെ മാപ്രകളും ഒരുമിച്ച് ഓശാന പാടിയത്. ഇയാളെ രാഷ്ട്രീയക്കാർ വെളുപ്പിച്ചോട്ടെ, അത് അവരുടെ പണിയാണ്. പക്ഷേ മനോരമയ്ക്ക് എന്തിൻ്റെ കേടാണ്? മനോരമ അതിൻ്റെ പേരിൽ ഒരു അന്തിച്ചർച്ച തന്നെ നടത്തിയത് എന്തിനായിരുന്നു? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ആ ചർച്ച നയിച്ചത് ശ്രീമതി നിഷ പുരുഷോത്തമൻ എന്ന ഒരു സ്ത്രീയായിരുന്നു. ഇവിടെ സ്ത്രീ എന്ന് പറയുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ശ്രീമതി നിഷ, നിങ്ങൾ ഈ വീഡിയോ കാണണം, എൻ്റെ ഈ വീഡിയോ കാണണം. കാരണം ഇയാൾ ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ഗാന്ധിജിയുടെ പ്രപൗത്രൻ എത്രമാത്രം സ്ത്രീ വിരുദ്ധനാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ ഇയാളുടെ കുറച്ച് ട്വീറ്റ്സ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇയാളുടെ സ്ത്രീ വിരുദ്ധത അറിയണമെങ്കിൽ ആ പഴയ ട്വീറ്റ്സ് കണ്ടാൽ മാത്രം മതി. ഇതാണ് ഒരു ട്വീറ്റ്, നിങ്ങൾക്ക് വായിക്കാമോ? സിൻസ് ഇറ്റ്സ് ഹാപ്പി വിമൻസ് ഡേ, men should be allowed to touch them to feel happiness. ഇത് 2014 വനിതാ ദിനത്തോട് അനുബന്ധിച്ച് ശ്രീമാൻ കൊച്ചു ഗാന്ധി അന്ന് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത സ്ത്രീകളെ ശാക്തീകരിക്കുന്ന പോസ്റ്റാണ്. വനിതാ ദിനമായതുകൊണ്ട് ഇയാൾക്ക് സന്തോഷിക്കാൻ ഈ മഹാന് സ്ത്രീകളെ തൊട്ടു നോക്കണം പോലും. എങ്ങനെയുണ്ട്?
അത് 2014 ഇട്ട പോസ്റ്റാണ്. 2011 ഒക്കെ ഇയാൾ 9 ഒക്കെ ഇയാൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി 2011 ഇട്ട വേറൊരു പോസ്റ്റ് കാണിച്ചു തരാം. ഐ പ്രോമിസ് നോട്ട് ടു മൊളസ്റ്റ് വിമൻ ബിക്കോസ് ഓഫ് വാട്ട് ദേ വെയർ ഓർ ഡോണ്ട്, ബട്ട് പ്ലീസ് ഡോണ്ട് ടേക്ക് ഒഫൻസ് വെൻ ഐ ഓഗിൾ ആൻഡ് ഡ്രൂ. സ്ത്രീകൾ വസ്ത്രം ഏത് ധരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവരെ ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പു തരുന്നു. പക്ഷേ ഞാൻ സ്ത്രീകളെ ശൃംഗാരത്തോടെ നോക്കിയാൽ, അവരെ നോക്കി വെള്ളമിറക്കിയാലും ആരും എന്നെ കുറ്റപ്പെടുത്തല്ലേ. ഇതാണ് അയാൾ പറഞ്ഞത്. ഇനിയുമുണ്ട് പോസ്റ്റ്. ഇഫ് ഐ സെഡ് ലൈക്ക് സ്ട്രെയിറ്റ് വിമൻ ആൻഡ് ലവ് ടു കിസ് ഗേൾസ് ദേ വുഡ് ബ്രാൻഡ് മീ എ സെക്സ് ക്രേസി പീഡോഫൈൽ. നോ ഫാൻസി ടൈം ലൈക്ക് ഫ്ലെക്സി സെക്ഷൽ ഫോർ മീ. ഇനി വേറൊന്ന് കണ്ടോളൂ. കണ്ടില്ലേ? യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് അനുവദിക്കാത്തത് കൊണ്ട് ഞാനിത് വായിക്കുന്നില്ല. അടുത്തത് കണ്ടോ. വാച്ചിങ് എ വുമൺ ഡ്രസ് ഈസ് ആസ് എക്സൈറ്റിംഗ് ആസ് വാച്ചിങ് ഹർ ടേക്ക് ഇറ്റ് ഓൾ ഓഫ്. അർത്ഥം മനസ്സിലായോ? എങ്ങനെയുണ്ട് തൈക്കളവിൻ്റെ പൂതിയും മനസ്സിലിരിപ്പും? ഞരമ്പ് ആണ് അല്ലേ? വേറൊരു ട്വീറ്റ് കണ്ടോ. വിംബിൾഡൺ ടെന്നീസിൽ സ്ത്രീകളുടെ ടെന്നീസ് കളിയെക്കുറിച്ചുള്ള അതിയാൻ്റെ സ്വന്തം അഭിപ്രായമാണ്. ഐ ലവ് ടു വാച്ച് ദ വിമൻ പ്ലേയിങ് അറ്റ് വിംബിൾഡൺ. ദ ട്രബിൾ ഈസ് ഐ കീപ് വാച്ചിങ് ദ റോങ് ബോൾസ്. കുറുക്കൻ്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിൽ തന്നെ. അർത്ഥം ഞാൻ വിശദീകരിക്കുന്നില്ല. ഇയാളുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കുവാൻ ഇതിലും നല്ല വേറെ ഒന്നുമില്ല. ഈ ട്വീറ്റുകളെല്ലാം ഇയാളുടെ ഞരമ്പ് രോഗിയെ, ഇയാളുടെ സ്ത്രീ വിരുദ്ധനെ എല്ലാം തുറന്നു കാണിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇയാളുടെ ട്വീറ്റിലൊക്കെ കാണുന്ന ഫോട്ടോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഗാന്ധിജി ഉണ്ട്. ആ മഹാനായ മനുഷ്യന് പോലും നാണക്കേടാണ് ഇയാളെന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ മഹാനെ വെള്ളപൂശാനാണ് മനോരമയിലെ നിഷ ഒരു അന്തി ചർച്ച തന്നെ സംഘടിപ്പിച്ചത്. റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറും ഈ വിഷയം എടുത്ത് ചർച്ചിച്ചിരുന്നു. ചർച്ച മുഴുവനായും സംഘപരിവാറിനെതിരെയായിരുന്നു. സംഘപരിവാറിനെ വിമർശിച്ചോട്ടെ, അതിന് അവർ വേണമെങ്കിൽ മറുപടി കൊടുത്തോട്ടെ, എൻ്റെ വിഷയം അതല്ല. റിപ്പോർട്ടർ ചാനലും ഈ മഹാനെ വെള്ളപൂശുകയായിരുന്നു. അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ശ്രീമതി സ്മൃതി പരുത്തിക്കാട്. അവരും ഇതേ മനുഷ്യനെ പിന്താങ്ങുന്നുണ്ടായിരുന്നു. നിഷാ പുരുഷോത്തമനോട് പറഞ്ഞത് മാത്രമേ എനിക്ക് സ്മൃതിയോടും പറയുവാനുള്ളൂ. ഇയാൾക്കും നാണമില്ല, മനോരമയ്ക്കും നാണമില്ല, റിപ്പോർട്ടറിനും നാണമില്ല. ഇയാളെ വണ്ടി തടഞ്ഞ് മുദ്രാവാക്യങ്ങൾ വിളിച്ചു സംഘപരിവാറുകാർ. അവരത്രയല്ലേ ചെയ്തുള്ളൂ. ഈ ഞരമ്പിന് സത്യത്തിൽ ഒരു ചെരുപ്പ് മാലയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ഇയാൾ വലിയ ഒരു കള്ള നാണയമാണ്. ഇയാളെ കെട്ടി എഴുന്നള്ളിക്കുന്നത് കണ്ടപ്പോൾ ഈ ചാനലുകളും മാധ്യമങ്ങളും പറയുന്ന നറേറ്റീവുകൾ കേട്ട് കണ്ണ് തള്ളിപ്പോയി. കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തത് എന്തോ നടന്നു എന്നാണ് ചാനലുകൾ പറഞ്ഞത്. ഗാന്ധിജിയുടെ പിന്മുറക്കാരൻ മാത്രമാണ് ഇയാൾ. ഇയാൾ ഗാന്ധിജി അല്ല, ഓർക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.